ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്, കുറേ നാളായി, എനിക്കൊന്ന് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? 1 month കഴിഞ്ഞിട്ടുണ്ടാവും. 1 month കഴിഞ്ഞു. പക്ഷെ അത് എന്താ പറയുക, ഞാൻ മനഃപൂർവ്വം വീഡിയോ ഇടാത്തതല്ല. കാരണം ഇപ്പം ട്യൂട്ടോറിയൽ വീഡിയോ ഇടണമെന്ന് സജഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ചധികം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. ഇപ്പോഴും ആ ഇഷ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂയിങ് ആണ്. ഞാൻ അതൊന്നും ഓവർകം ചെയ്തിട്ടില്ല. ഇപ്പോഴും അതെല്ലാം എനിക്കുണ്ട്. അപ്പോൾ എങ്കിലും നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേ, ഈ യൂട്യൂബിൽ ഓരോ ഷോർട്സും ഇപ്പോൾ കുറേ ട്രെൻഡിങ് വീഡിയോസൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇനിയിപ്പോൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാൾ മുൻപത്തെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട്. പിന്നെ എന്തൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയണം. അന്ന് കഴിഞ്ഞ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ പറയുന്ന ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും മിസ്റ്റേക്ക് കാണും. കാരണം കുറേ നാളായിട്ട് ഞാൻ എടുക്കാത്തതായതുകൊണ്ട് എനിക്ക് തന്നെ എങ്ങനെ എടുക്കണം എന്നൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് 2 സൈഡിലോട്ട് ഒന്ന് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ 2 കാലും കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ജമ്പ്, എന്നിട്ട് ഇരിക്കണം. ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഇരിക്കുക. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ചാടുക, പിന്നെ റൈറ്റ് സൈഡിൽ. അപ്പോൾ ചാടുമ്പോൾ ഒന്ന് ഇരിക്കണം. അപ്പോൾ ഓക്കെ, 1 2 3 4 ഇരുന്നിട്ടൊന്ന് പൊങ്ങണം. 1 2 3 4. ഓക്കെ, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലെഫ്റ്റിലോട്ട് ചാടുക, അപ്പം എന്നിട്ട് ബോഡി ഒന്ന് പൊങ്ങുക. ചാടി ഒന്ന് മുട്ട് മടങ്ങിയിട്ട് ഒന്ന് പൊങ്ങുക ബോഡി ഒന്ന്. എന്നിട്ടൊരു ചെറുതായിട്ടൊന്ന് കറങ്ങുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, 1 2. ഇത് ഈസിയാണ്. 1 2 റൈറ്റ് ഫുട്ട്, പിന്നെ ലെഫ്റ്റ് ഫുട്ട്. അപ്പോഴത്തേക്കും ബോഡി ഒന്ന് മൂവ് ചെയ്യണം. 1 2 3 4 5 6 1 2. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കണം. എന്നിട്ട് റൈറ്റിലെ ഹിപ്പ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കൈ ഇല്ല. സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കോ. 1 2 3. എന്നിട്ട് പിന്നെ ലെഫ്റ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിൽ വരും. അപ്പോൾ 1 2 3 4. 4ലെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വരണം. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഷോൾഡർ മൂവ്. 1 2 3 1 1 2 1 2 3. സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ റൈറ്റ് ലെഗ് ആണ്, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരും. ലെഫ്റ്റ് റൈറ്റ് പിന്നെയും ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടോട്ടൽ 4 times. ഹാൻഡ് വന്നിട്ട് ഓപ്പൺ ക്ലോസ് ആയിട്ടാണ്. അപ്പം ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് കൈ ഓപ്പൺ ചെയ്യും. എന്നിട്ട് പിന്നെ റൈറ്റിലോട്ട് പോകുമ്പോൾ റൈറ്റ് കൈ ഓപ്പൺ ആവും. 1 2 3 4. പിന്നെ ഫസ്റ്റത്തെ 2 ചെയ്യുമ്പോൾ ബോഡി ഒന്ന് കുനിഞ്ഞിട്ട്, പിന്നെ അടുത്ത 2 ചെയ്യുമ്പോൾ ബോഡി നേരെ. സ്റ്റെപ്പ് ചെസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് റിലാക്സ്ഡ് ആയി വരും. എന്നിട്ട് പിന്നെ താഴോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ക്ലോസ് ആയിരുന്നത് ബ്രേക്കായി പിന്നെ ക്ലോസ് ആവും. അടുത്തത് ഈ കൈ വെച്ചിട്ടൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫൂട്ടും കൂടി ഒന്ന് ജസ്റ്റ് പൊങ്ങി കൊടുക്കണം. ഓക്കെ, 1 2 3 4 5 6 7 8. സ്റ്റെപ്പ് പോലെ തന്നെ ചെസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയി ക്ലോസ് ആയി. അപ്പോൾ 1 2, അത് 2 times. ഓക്കെ, 1 2 3 4. എന്നിട്ടൊന്ന് കറങ്ങണം. 5 6. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ റൈറ്റ് ലെഗ് ലെഫ്റ്റിലോട്ട് പോകും. അപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റിലോട്ട് പോകും. എന്നിട്ട് മൂവ് ചെയ്ത ലെഗ് തിരിച്ചു വരുമ്പോൾ ആ പോയ കൈയും അതേപോലെ തിരിച്ചു വരണം. ദെൻ നമ്മുടെ റൈറ്റ് ഹിപ്പിലൊരു മൂവ്മെന്റ് കൊടുക്കുക. റൈറ്റ് ഹിപ്പ് മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് പൊക്കണം.
2 3 4 5 6 എന്ന് വെച്ചാൽ നമ്മുടെ 2 മുട്ടും ആദ്യം ഒന്ന് ക്ലോസ് ചെയ്ത് പിന്നെ ഓപ്പൺ ചെയ്യണം. അപ്പം അതേപോലെ ഹാൻഡ് മൂവ് ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. അത് 2 ടൈംസ് ചെയ്യണം. 1 2 3 4 5 6. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നമ്മുടെ ലുക്കും ഹാൻഡും ലെഗും എല്ലാം കൊടുത്ത് ഒന്ന് ഇരുന്ന് നമ്മൾ കറങ്ങി ലെഫ്റ്റിലോട്ട് വരണം. ഓക്കെ, 1 2 3 4 5 6 7 8. വന്നിട്ട് നമ്മുടെ ആ ഒരു റൈറ്റ് ലെഗ് ഒന്ന് പൊക്കണം. അപ്പോൾ അതേപോലെ റൈറ്റ് ഹിപ്പിന് ഒരു മൂവ്മെന്റും ഉണ്ട്. എനിക്ക് തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ കളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ ചുമ്മാ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കണം. നമ്മൾ കറക്കി എടുത്ത് നമ്മുടെ റൈറ്റ് ലെഗ് ഒന്ന് പൊക്കുമല്ലോ, ആ റൈറ്റ് ലെഗ് തന്നെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡിയും കൂടി ഫ്രണ്ടിലോട്ട് വന്ന് ജസ്റ്റ് ആ ചെസ്റ്റിന്റെ ആ ഒരു മൂവ്മെന്റ്. ദെൻ റൈറ്റ് ലെഗും ഹിപ്പും വെച്ചിട്ട് അതേപോലെ റൈറ്റ് ഹാൻഡും ഒന്ന് പൊക്കണം. അപ്പോൾ നമ്മുടെ 2 ലെഗ് മീൻസ് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡിനും മൂവ്മെന്റ് ഉണ്ട്. ഒന്ന് ഹിപ്പ് മൂവ് ചെയ്ത് തിരിച്ചു വരണം. ഓക്കെ, 1 2 3 4 5 6. 1 2 3 4 5 6 7 8. 1 2 3 4 3 4. ഓക്കെ, അപ്പം സെറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.